ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 2017 സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിന് ചോദിച്ച സയൻസിലെ 10 ചോദ്യങ്ങൾ. അപ്പോൾ ഈ ചോദ്യങ്ങളൊന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും, മുൻകാലങ്ങളിൽ ചോദിച്ച അതേ ചോദ്യങ്ങൾ അതേപോലെ കോപ്പി പേസ്റ്റ് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനിയും ഒരുപാട് ഡിഗ്രി ലെവൽ വരുന്നുണ്ട്, ഇതിൽ നിന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ 10 ചോദ്യങ്ങളും ആദ്യം സ്വയം ഒന്ന് ചെയ്ത് നോക്കുക, എത്ര മാർക്ക് കിട്ടുന്നെന്ന്. എന്നിട്ട് നമുക്ക് ആൻസർ നോക്കാം. ആദ്യ ചോദ്യം, ദ ഗ്യാസ് ഇൻ എ ബലൂൺ ഓഫ് വോളിയം 2 ലിറ്റർ ഈസ് റിലീസ്ഡ് ഇൻ ടു എൻ എംപ്റ്റി വെസൽ ഓഫ് വോളിയം 7 ലിറ്റർ. വാട്ട് വിൽ ബി ദ വോളിയം ഓഫ് ദ ഗ്യാസ്? 2 ലിറ്റർ വോളിയം ഉള്ള ബലൂണിലെ ഗ്യാസ് ഒരു 7 ലിറ്റർ വോളിയമുള്ള ഒരു വെസലിലേക്ക് മാറ്റുവാണ് എങ്കിൽ ഇപ്പോഴത്തെ ഗ്യാസിൻ്റെ വോളിയമാണ് ചോദിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ചോദ്യം, ഐഡൻറ്റിഫൈ ദ എലമെൻറ്റ് വിച്ച് ഷോസ് വേരിയബിൾ വാലൻസി. വേരിയബിൾ വാലൻസി കാണിക്കുന്ന എലമെൻറ്റ് ഏതാണ്? ഹീലിയം, സോഡിയം, മഗ്നീഷ്യം, അയൺ. ദ സ്പീഡ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ ഗ്യാസസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ പ്രഷർ ഡ്യൂ ടു ആൻ ഇൻക്രീസ് ഇൻ. കെമിക്കൽ റിയാക്ഷൻ, ഗ്യാസുകൾ തമ്മിലുള്ള കെമിക്കൽ റിയാക്ഷൻ ഇൻക്രീസസ് വിത്ത് increase in pressure due to increase in options number of molecules, volume, concentration, distance between molecules. നാലാമത്തെ ചോദ്യം, ദ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദ വർക്കിംഗ് ഓഫ് ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഏതെന്നാണ് ചോദ്യം. അടുത്ത ചോദ്യം, ദ ഔട്ടർ മോസ്റ്റ് ഷെൽ കോൺഫിഗറേഷൻ ഓഫ് an element 4:4p3, the period to which the element belongs to. അപ്പോൾ കോൺഫിഗറേഷനാണ് തന്നിട്ടുള്ളത് 4:4p3. അപ്പോൾ അതിൻ്റെ ഏത് പീരീഡ് ആണ് വരുന്നത് എന്നാണ് ചോദ്യം, ആ എലമെൻറ്റ്. അടുത്ത ചോദ്യം, ന്യൂക്ലിയസ് ഈസ് ഡിസ്കവേർഡ് ബൈ. ന്യൂക്ലിയസ് കണ്ടെത്തിയത് ആരെന്നാണ് ചോദ്യം. അടുത്ത ചോദ്യം, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സി അനിമോൺ ആൻഡ് ഹെർമിറ്റ് ക്രാബ് ഈസ് ഡാഷ് എന്നാണ് ചോദ്യം. ആസിഡ് റെയിൻ ഈസ് ഡ്യൂ ടു SO2, സൾഫർ ഡയോക്സൈഡ്, നൈട്രസ് ഓക്സൈഡ് ആണോ, പിന്നെ കാർബൺ മോണോക്സൈഡ് ആണോ, കാർബൺ ഡയോക്സൈഡ് ആൻഡ് കാർബൺ മോണോക്സൈഡോ, അത് ഏതെന്നാണ് ചോദ്യം. അടുത്ത ചോദ്യം, ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഈസ് മെയിൻലി ഡ്യൂ ടു. ഗ്രീൻ ഹൗസിന് കാരണമായ പ്രധാന വാതകം ഏതെന്നാണ് ചോദ്യം. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ വാട്ടർ സോളിബിൾ വിറ്റാമിൻ. തന്നിട്ടുള്ളതിൽ ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏതെന്നാണ് ചോദ്യം. അപ്പോൾ ചോദ്യങ്ങളൊക്കെ പരിചയപ്പെട്ടു, ഇനി നമുക്ക് ആൻസറിലേക്ക് കടക്കാം. ആദ്യ ചോദ്യം, ദ ഗ്യാസ് ഇൻ എ ബലൂൺ ഓഫ് വോളിയം 2 ലിറ്റർ ഈസ് റിലീസ്ഡ് ഇൻ ടു എൻ എംപ്റ്റി വെസൽ ഓഫ് വോളിയം 7 ലിറ്റർ. വാട്ട് വിൽ ബി ദ വോളിയം ഓഫ് ദ ഗ്യാസ്? നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, 2 ലിറ്റർ വോളിയത്തിലുള്ള ബലൂണിലെ എയറിനെ നമ്മൾ 7 ലിറ്ററിലുള്ള ഒരു വെസലിലേക്ക് മാറ്റുവാണ്. അപ്പോൾ അങ്ങനെ മാറ്റുമ്പോൾ തീർച്ചയായും ഈ വാതകത്തിന് പ്രത്യേകിച്ച് വോളിയം ഇല്ല. അത് ഏത് പാത്രത്തിലേക്കാണ് ഒഴിക്കുന്നത് അവിടെ അങ്ങ് ഒക്കുപ്പൈ ചെയ്യും. അതായത് 7 ലിറ്റർ ഉള്ള പാത്രത്തിലാണ് ഒഴിക്കുന്നതെങ്കിൽ അത് 7 ലിറ്ററായി തന്നെ അത് നിലനിൽക്കും. ആ പാത്രത്തിൻ്റെ ഷേപ്പ് അനുസരിച്ചും അത് നിലനിൽക്കും. അപ്പോൾ ഫൈനലായിട്ടുള്ള ഏത് പാത്രത്തിലേക്കാണ് മാറ്റിയത്? 7 ലിറ്റർ വെസലിലേക്കാണ് മാറ്റിയത് എങ്കിൽ ഇപ്പോഴത്തെ വോളിയം ചോദിച്ചാൽ 7 ലിറ്ററാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഐഡൻറ്റിഫൈ ദ എലമെൻറ്റ് വിച്ച് ഷോസ് വേരിയബിൾ വാലൻസി. വേരിയബിൾ വാലൻസി കാണിക്കുന്ന എലമെൻറ്റ് ഏതെന്നാണ് ചോദ്യം. ഹീലിയം, സോഡിയം, മഗ്നീഷ്യം, അയൺ. നമ്മൾ ഹീലിയം അടിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം അലസവാതകങ്ങൾ ഉൾപ്പെടുന്നത് കൊണ്ട് അത് അടിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ശ്രദ്ധിക്കുക, ആൻസർ അയൺ ആണ്. അതായത് ട്രാൻസിഷൻ മെറ്റൽസായ നിക്കൽസ്, കോപ്പർ, ടിൻ, അയൺ, ഈ 4 ഒന്ന് ഓർത്തിരിക്കുക. ട്രാൻസിഷൻ മെറ്റൽസ് കാറ്റഗറിയിൽ വരുന്നവയാണ് ഈ വേരിയബിൾ വാലൻസി കാണിക്കുന്നത്. പിന്നെ നോൺ മെറ്റൽസായ നൈട്രജനും ഓക്സിജനും ഈ വേരിയബിൾ വാലൻസി കാണിക്കും. അപ്പോൾ അതും ഒന്ന് ഓർത്തിരിക്കുക. മെറ്റൽസ് ഏതൊക്കെയാണ്?
നിക്കൽസ്, കോപ്പർ, ടിൻ, അയൺ. അല്ലെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. മെറ്റൽസ് ആണ് കാണിക്കുന്നതെങ്കിലും ഒന്ന് ഓർത്തിരുന്ന് അയൺ എന്തായാലും ഓപ്ഷൻ കാണും. ഇതെല്ലാം മുൻകാല ചോദ്യങ്ങളാണ്, റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് ചോദിച്ചതാണ്. അടുത്ത ചോദ്യം, ദ സ്പീഡ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ ഗ്യാസസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ പ്രഷർ ഡ്യൂ ടു ആൻ ഇൻക്രീസ് ഇൻ, അതായത് ആ കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ ഗ്യാസസ്, രണ്ട് ഗ്യാസുകൾ തമ്മിലുള്ള കെമിക്കൽ റിയാക്ഷൻ കൂടുന്നു, പ്രഷർ ചെയ്യുമ്പോൾ കൂടുന്നു. അത് എന്തുകൊണ്ടാണെന്ന ചോദ്യം, അത് കോൺസെൻട്രേഷൻ ആണ്. അവ തമ്മിലുള്ള ഗാഢത ഉള്ള ആ ഒരു കോൺസെൻട്രേഷൻ കൂടുന്നത് കൊണ്ടാണ് ഈ പ്രഷറും കൂടും, അതേപോലെ അവയുടെ കെമിക്കൽ റിയാക്ഷനും കൂടും. അടുത്ത ചോദ്യം, ദ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദ വർക്കിംഗ് ഓഫ് എ ട്രാൻസ്ഫോമർ, ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തന തത്വം മ്യൂച്വൽ ഇൻഡക്ഷൻ. അടുത്ത ചോദ്യം, ദ ഔട്ടർ മോസ്റ്റ് ഷെൽ കോൺഫിഗറേഷൻ ഓഫ് എൻ എലമെൻറ്റ് 4:4/3, ദ പീരീഡ് ടു വിച്ച് ദ എലമെൻറ്റ് ബിലോങ്സ് ടു. ഇത് ഏത് പീരീഡിൽ വരുമെന്ന് ചോദിച്ചാൽ ഈ അവസാനം നിൽക്കുന്ന ഇപ്പോൾ 4:4/3 ഇവിടെ 4-ലാണല്ലോ, അതായത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ആ കാറ്റഗറിയിൽ വരുന്ന, ഇപ്പോൾ ഇവിടെ ഒരു 5s2 എന്നും കൂടെ ഉണ്ടെന്ന് വെച്ചോ, 4:4/3 5s2 എങ്കിൽ അതിൻ്റെ പീരീഡ് എന്ന് ചോദിച്ചാൽ 5 ആയിരിക്കും ആൻസർ. അതേപോലെ ഇവിടെ അവസാനം ഏത് വലിയ സംഖ്യയാണുള്ളത്, 4 ആണുള്ളത് എങ്കിൽ അത് ഏത് പീരീഡ് ആയിരിക്കും, 4 ആയിരിക്കും. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഇവിടെ ഓപ്ഷനിൽ 5s2 എന്നുണ്ടെങ്കിൽ ഏത് പീരീഡ് ആയിരിക്കും, അത് 5ാമത്തെ പീരീഡ് ആയിരിക്കും. അതൊന്ന് മാത്രം നോട്ട് ചെയ്താൽ മതി. അടുത്ത ചോദ്യം, ന്യൂക്ലിയസ് ഈസ് ഡിസ്കവേർഡ് ബൈ, ന്യൂക്ലിയസ് കണ്ടെത്തി റോബർട്ട് ബ്രൗൺ. അപ്പോൾ ന്യൂക്ലിയസ് ആറ്റത്തിൻ്റെ സെൻട്രൽ ഭാഗം അത് ബ്രൗൺ കളറാണ് എന്നെങ്കിലും ഓർക്കുക, റോബർട്ട് ബ്രൗൺ. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സി അനിമോൺ ആൻഡ് ഹെർമിറ്റ് ക്രാബ്, ഇവ തമ്മിലുള്ള റിലേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് മ്യൂച്വലിസം. ആസിഡ് റെയിൻ ഈസ് ഡ്യൂ ടു സൾഫർ ഡയോക്സൈഡ് ആൻഡ് നൈട്രസ് ഓക്സൈഡ് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഈസ് മെയിൻലി ഡ്യൂ ടു കാർബൺ ഡയോക്സൈഡ് CO2. അപ്പോൾ ഗ്രീൻ ഹൗസ് എഫക്റ്റിന് കാരണമായ വാതകം കാർബൺ ഡയോക്സൈഡ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ വാട്ടർ സോളിബിൾ വിറ്റാമിൻ, തന്നിട്ടുള്ളവയിൽ ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏതാണ് ചോദ്യം. അസ്കോർബിക് ആസിഡ് ആണ്, അല്ലെങ്കിൽ വിറ്റാമിൻ സി. അപ്പോൾ ഇത് വാട്ടർ സോളിബിൾ വിറ്റാമിൻ ഉണ്ട്, ഫാറ്റ് സോളിബിൾ വിറ്റാമിൻ ഉണ്ട്. അപ്പോൾ ADEK, അടയ്ക്ക എന്ന് പറയും എന്ന് പഠിക്കുക, അല്ലെങ്കിൽ കേട എന്ന് പഠിക്കുക. ADEK ഈ 3 കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. ഈ 4 ADEK ഈ 4 കൊഴുപ്പിൽ ലയിക്കുന്നവയും ബാക്കി ഏത് വന്നാലും അത് ജലത്തിൽ ലയിക്കുന്നതാണ്. അപ്പോൾ അസ്കോർബിക് ആസിഡ് വിറ്റാമിൻ സി ആണ്. അപ്പോൾ സി ജലത്തിൽ ലയിക്കുന്നത്, ADEK കൊഴുപ്പിൽ ലയിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് PSC ഇതുവരെ ചോദിച്ച സയൻസിലെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യം ഇവിടെയും ആവർത്തിച്ചു. ആദ്യ ഭാഗത്തിലാണ് ചോദ്യങ്ങളെല്ലാം ഒരിക്കൽ വായിച്ചു. കാരണം നമ്മൾ കാണാണ്ട് ഒന്നും പഠിക്കരുത്, നമ്മൾ അറിഞ്ഞ് പഠിക്കുക. അപ്പോൾ അറിഞ്ഞ് പഠിക്കുമ്പോൾ നമുക്ക് എവിടെയാണ് തെറ്റുന്നത്, എവിടെയാണ് തെറ്റിയത് എന്ന് തെറ്റ് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരയ്ക്കും. താങ്ക് യു.